അല്ല ചേച്ചിക്ക് പൂ വേണ്ടേ? ഏയ് വേണ്ട, നമുക്ക് ഇത്തവണ ഓണമൊന്നുമില്ലല്ലോ. അവര് വിളിച്ചതുകൊണ്ട് പിന്നെ പോകുന്നല്ലേ ഉള്ളൂ. എടീ, നിത്യമോളോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇന്നിവിടുന്ന് പോവില്ലായിരുന്നു. ആ, നിത്യ മാത്രോ, പാർവതി. ഓ എന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? സിദ്ധു ഇവിടെ വന്ന് ക്ഷണിച്ചത് അമ്മ മറന്നോ? ഇവര് പോവും, ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അമ്മേ, മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓരോ മുക്കിലും മൂലയിലും ഓണമുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുന്നില്ല, അത്രേ ഉള്ളൂ. യോ, വന്ന് വന്ന് നിനക്ക് പോലും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാതായിപ്പോയി. ആ, അത് ശരിയാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാമേ, ഇവരുടെ കൂടെ അമ്മയും പൊക്കൂ. അമ്മ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ. നേരാണോ നീ പറയുന്നത്? ആ, ശരിക്കും. മക്കളെ, ഒരു 5 മിനിറ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് മാറി വേറെ സാരി ഉടുത്തോണ്ട് വരാം. അവർക്ക് നാണക്കേട് വരുത്തുന്ന രീതിയിൽ പോകുന്നത് ശരിയാണോ മനോഹര? ഞാൻ ഈ സാരിയൊക്കെ മാറ്റി ആഭരണങ്ങളൊക്കെ ഇട്ടോണ്ട് ഇപ്പൊ വരാം. പിന്നെ എന്നാലേ അമ്മ എങ്ങോട്ടും പോകുന്നില്ല. അമ്മ ഇവിടെ ഇരുന്നാ മതി. അമ്മയുടെ മനസ്സിലെ കുന്നായ്മ അറിയാനാ ഞാനിങ്ങനെ പറഞ്ഞത്. കൂടെ പോകാൻ സമ്മതിച്ചപ്പോ നിത്യയില്ല, പാർവതിയില്ല. അമ്മയെ പറഞ്ഞുകൂടാത്തതിന്റെ ദേഷ്യം കാണിക്കുന്നതെന്ന് എനിക്കറിയാം. മകളെ, നിങ്ങൾ പോയിട്ട് വാ. അച്ഛാ, നിങ്ങളുടെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചേക്കണം. അതൊക്കെ കഴിച്ചോളാം. പോയിട്ട് വരട്ടെ മുത്തശ്ശി. മുത്തശ്ശി, പോയിട്ട് വരാം. എന്തിനാടീ വരുന്നത്? അവിടെ തന്നെ കൂടിക്കോ. 4 ഓണം കഴിഞ്ഞിട്ടൊക്കെ വന്നാ മതി. അതൊരു നല്ല ഐഡിയ ആണല്ലോ ചേച്ചി. ആ, നോക്കട്ടെ, പറ്റിയ ചെയ്യാം. നീ വാ. ഉം. അച്ഛാ, ഒന്ന് നിന്നടി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. മനോഹര, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നിരഞ്ജൻ ഇവിടെ വരുന്നത് വരെ എനിക്ക് ഉറപ്പില്ലായിരുന്നു വരുമെന്ന്. എന്തുപറ്റി തീരുമാനം പെട്ടെന്ന് മാറാൻ? അക്ഷരയുമായിട്ട് വഴക്കുണ്ടായോ? ഇല്ല. അക്ഷരയ്ക്ക് വിഷമാവില്ലേ? അതെ, ഞാനിവിടെ വന്നത് ഈ വീട്ടിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനാ. എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച് മൂഡ് കളയാനാ ഭാവമെങ്കിൽ ഞാനങ്ങ് പൊയ്ക്കോളാം. അയ്യോ, അത് വേണ്ട. പൂക്കളം ഇടണമെന്ന് വിചാരിച്ചതല്ല. നിരഞ്ജൻ വരുമെന്നറിഞ്ഞപ്പോ തട്ടിക്കൂട്ടിയതാ. ഇങ്ങനൊരു ഓണാഘോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാം പുറത്തുനിന്ന് ആരോ തീരുമാനിക്കുന്ന മാലു. സത്യത്തിൽ ഞാനിവിടെ ഉണ്ടായിരിക്കേണ്ട ആളല്ല, എന്നിട്ടും വന്നു. നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ, ആണെന്ന് വെറുതെ നമുക്ക് തോന്നും. അത് ശരിയാ. ഒറ്റയ്ക്ക് ഓണം ഉണ്ടണമെന്ന് വിചാരിച്ച എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു അതിഥിയെ കിട്ടിയില്ലേ?
പൂക്കളം പൂക്കളം നിറയും മുറ്റത്തുണ്ടുൾ പൊന്നോണം വന്നല്ലോ